സെക്ഷൻ 498A ഗാർഹിക പീഡനം. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സാർ ഈ വകുപ്പ്, പുരുഷന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലെന്ന് പറഞ്ഞു പോവാണ്. ഗാർഹിക പീഡന നിയമങ്ങളെയും അതിന്റെ പ്രയോഗങ്ങളെയും കുറിച്ചൊരു പുതിയ കാഴ്ചപ്പാട് നൽകുകയാണ് ആസിഫ് അലി നായകനായി എത്തിയ ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രം. എന്നാൽ എന്റെ കക്ഷിയിൽ നിന്നും ഭീമമായ ഒരു തുക സ്ത്രീധനമായി വാങ്ങുകയും വീണ്ടും വീണ്ടും കാശ് ചോദിക്കുകയും. നവാഗതനായ സേതുനാഥ് പത്മകുമാർ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം കുടുംബജീവിതത്തിൽ തോറ്റുപോകുന്ന ചില പുരുഷന്മാരുടെ നേർക്കാഴ്ചയാണ് പങ്കുവയ്ക്കുന്നത്. ആസിഫ് അലിയുടെ ശക്തമായ പ്രകടനവും റിയലിസ്റ്റിക് സമീപനവും കൊണ്ട് ശ്രദ്ധേയമാണ് ചിത്രം. ഒരു മാസം സഹകരണ സംഘത്തിലെ താൽക്കാലിക ജീവനക്കാരനാണ് സഹദേവൻ. അച്ഛനും അമ്മയും വിവാഹിതയായ പെങ്ങളുമടങ്ങുന്ന കുടുംബത്തിലേക്ക് സഹദേവൻ താലി ചാർത്തിക്കൊണ്ടുവന്ന പെണ്ണാണ് നയന. ചോദിക്കാതെ തന്നെ 100 പവൻ സ്വർണം തൂക്കി നൽകിയാണ് നയനയെ വീട്ടുകാർ പറഞ്ഞയച്ചത്. പറയത്തക്ക സ്വഭാവദോഷ്യങ്ങളൊന്നുമില്ലാത്ത സാധാരണ ജീവിതം നയിച്ചിരുന്ന സഹദേവൻ ഏറെ സ്വപ്നങ്ങളുമായാണ് മണിയറയിലേക്ക് കാലുകുത്തിയത്. പക്ഷേ സഹദേവന്റെ ജീവിതം ആ വിവാഹത്തോടെ ഏറെ മാറിപ്പോവുകയാണ്. ദുർനടപ്പുകാരനായ ഭർത്താവെന്ന് മുദ്രകുത്തപ്പെടുന്ന സഹദേവൻ ഒടുവിൽ സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളാണ് സിനിമയെ രസകരമായി മുന്നോട്ട് നയിക്കുന്നത്. ആസിഫ് അലി എന്ന നടന്റെ പക്വതയാർന്ന പ്രകടനമാണ് ചിത്രത്തിന്റെ ആകർഷണം. കിഷ്കിന്ദ കാണ്ഡത്തിലെയും രേഖാചിത്രത്തിലെയും അതിശയ പ്രകടനത്തിനു ശേഷം അതിമാനുഷനല്ലാത്ത അടുത്ത വീട്ടിലെ നിസ്സഹായനായ സാധാരണ ചെറുപ്പക്കാരനായി കൈയടക്കത്തോടെയുള്ള പ്രകടനമാണ് ആസിഫ് അലി കാഴ്ചവെച്ചിരിക്കുന്നത്. ശത്രുസംഹാരം സഹദേവനത്തം, ഭാഗ്യസൂക്തം സഹദേവനത്തം, അഘോരമന്ത്രം സഹദേവനത്തം. എന്റർടൈൻമെന്റ് ഡെസ്ക്, ടൈം വി ന്യൂസ്.